ഹേ മേറ്റ്, നമ്മുടെ ഷമീലല്ലേ, ഹീസ് ഡേറ്റിംഗ് വിത്ത് ന്യൂ ബാഡ്. ഹീസ് ഡേറ്റിംഗ് എ ന്യൂ ബാഡ്. നോക്കണ്ടോ, അവൻ പോണുണ്ടോ? ഹീസ് ഡേറ്റിംഗ് ന്യൂ ബാഡ്. അയ്യേ ഏ അയ്യേ 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 അയ്യേ, വളരെ മോശം, വളരെ വളരെ മോശം. നാട്ടിൽ പെണ്ണുങ്ങൾ കിട്ടാത്തതുണ്ടോ? ഈ പല്ലിയും പാറ്റി എടുത്തൊക്കെ ഡേറ്റിംഗ് ചെയ്യാൻ പോകുന്നു. ബാഡ്, വെരി ബാഡ്. BIAD ബാഡ്. പക്ഷി. ആ പക്ഷിയല്ലേ മക്കളെ ഈ പക്ഷി. ഹീസ് ഡേറ്റിംഗ് എ ബാഡ് എന്ന് ഇംഗ്ലീഷ് സ്റ്റൈലിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവൻ പുതിയൊരു കളിയുമായിട്ട് ഇങ്ങനെ കറങ്ങി നിൽക്കണം. അതായത് പുതിയ ഒരു പെൺകുട്ടിയെ അവനെ ഡേറ്റിങ്ങിന് കിട്ടിയിട്ടുണ്ട്, പുതിയൊരു വുമണിനെ അവനെന്താണ് ഡേറ്റിങ്ങിന് കിട്ടിയിട്ടുണ്ട് എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷുകാർ സംസാരിക്കുന്നത്, അല്ലാതെ നമ്മുടെ കൺവെൻഷണൽ സ്റ്റൈൽ ഇംഗ്ലീഷ് ഒന്നുമല്ല അവർ സംസാരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മനോഹരമായിട്ടുള്ള ഇംഗ്ലീഷ് ഒക്കെ നിങ്ങൾക്ക് പഠിക്കണ്ടേ, പഠിച്ച് കിടിലങ്ങളാവണ്ടേ, മിടുക്കന്മാരാവണ്ടേ. എന്നാൽ പിന്നെ എന്തിനാ വെയിറ്റ് ചെയ്യുന്നത്? ഡിഗ്രി ഇംഗ്ലീഷ് ക്ലാസ് അറ്റൻഡ് ചെയ്യും. അടുത്ത 3 ക്ലാസ്സുകൾ ഫ്രീ കണ്ടിന്യൂസ് അറ്റൻഡ് ചെയ്ത് നോക്ക്. പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഫീസ് അടച്ചാൽ മതി. ഇല്ലെങ്കിൽ പോയി നല്ല സാറന്മാരെ കണ്ടുപിടിച്ച് പഠിക്കുന്നു. എന്തിനാ സമയം വേസ്റ്റ് ആക്കുന്നത്? പക്ഷേ ലൈഫിൽ ഈ കിട്ടുന്ന ഓപ്പർച്യൂണിറ്റി കളഞ്ഞു കുളിക്കരുത്. 3 ദിവസം ഫ്രീ ക്ലാസ് അറ്റൻഡ് ചെയ്ത് നോക്ക്. പഠിക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഫീസ് വെച്ചാൽ മതി. എങ്ങനെ?